ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ആ വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻനിയമിക്കപ്പെട്ടത്, മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് ആകേണ്ടതിന് തന്നെ. അപ്പോൾ അവിടെ നമ്മൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവകാശത്തെക്കുറിച്ചും എന്താണ് ആ അവകാശങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചും എങ്ങനെയാണ് ആ അവകാശങ്ങൾ നമ്മൾ പ്രാപിച്ചത് എന്നുള്ളതും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനായിട്ടിടയായിത്തീർന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, അവിടെ നമ്മൾ വായിക്കുന്നത്, അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം നാം മുൻനിയമിക്കപ്പെട്ടത്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, നാം മുൻനിയമിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്താൽ നാം മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നു. എന്തിന്? ഈ അവകാശം നമ്മൾ പ്രാപിക്കേണ്ടതിന് ദൈവത്താൽ നാം മുൻനിയമിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ വായിക്കുന്നത് തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം. അപ്പം ദൈവത്തിൻ്റെ നിർണയപ്രകാരം, ദൈവത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഈ അവകാശം നമുക്ക് തന്നിരിക്കുന്നത്. നോക്കൂ, നമുക്ക് അവകാശം ലഭിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ തീരുമാനപ്രകാരമോ, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ തീരുമാനപ്രകാരമോ, ഏതെങ്കിലും ഒരു സഭയുടെ തീരുമാനപ്രകാരമോ ഒന്നുമല്ല നമുക്ക് ഈ അവകാശം ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം. അപ്പം അവൻ ആരാണ്? അത് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ നിർണയപ്രകാരമാണ്, ദൈവത്തിൻ്റെ തീരുമാനപ്രകാരം, ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരമാണ് അവൻ നമുക്ക് അവകാശം തന്നിരിക്കുന്നത് എന്ന് നമ്മളവിടെ വായിക്കുന്നു. അപ്പം അവിടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നൊരു പ്രത്യേക പ്രയോഗമുണ്ട്. ദൈവം തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവനാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം പ്രവർത്തിക്കുന്നവനാണ്. താൻ പ്രവർത്തിക്കുന്നത് തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ പ്രായോഗിക പ്രാധാന്യമുള്ളൊരു പ്രത്യേകതയാണ്, ദൈവം പ്രവർത്തിക്കുന്നത് എപ്പോഴും അവൻ്റെ ഹിതപ്രകാരമായിരിക്കും ദൈവം പ്രവർത്തിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവം പ്രവർത്തിക്കുക. ഒരിക്കലും എൻ്റെ ഇഷ്ടപ്രകാരമോ മറ്റൊരു വ്യക്തിയുടെ ഇഷ്ടപ്രകാരമോ ദൈവം പ്രവർത്തിക്കുകയില്ല. ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കും. ദൈവത്തിൻ്റെ ഹിതം എന്താണോ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ, അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവനാണ് ദൈവം. നമുക്കൊരിക്കലും ആ ദൈവത്തെ സ്വാധീനിക്കാനായിട്ട് കഴിയില്ല. നമുക്കൊരിക്കലും ആ ദൈവത്തെ നിർബന്ധിച്ചെന്തെങ്കിലും ചെയ്യിക്കാനായിട്ട് കഴിയില്ല. പലപ്പോഴും ദൈവമക്കളുടെ ഇടയിലൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് നമുക്ക് ഈ ദൈവത്തെ നിർബന്ധിച്ച് എന്തൊക്കെയോ ചെയ്യിക്കാനായിട്ട് പറ്റുമെന്നാണ്. അങ്ങനെയൊന്നും പറ്റത്തില്ല. ഈ ചില ആൾക്കാരൊക്കെ ഈ ഉപവാസ യജ്ഞങ്ങളൊക്കെ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 3 ദിവസം, 7 ദിവസം, 14 ദിവസം, 21 ദിവസം, 40 ദിവസം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉപവാസങ്ങൾ നടത്തുക. ഞാൻ ഉപവസിക്കുന്നതിനെതിരൊന്നുമല്ല, ഉപവസിക്കുന്നത് നല്ലതാണ്.
നല്ലതാണ്. നല്ല ലക്ഷ്യത്തോടു കൂടെ, അതായത് നല്ല മനോഭാവത്തോടു കൂടെ, ദൈവവചനപ്രകാരമുള്ള മനോഭാവത്തോടു കൂടെ ഉപവസിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും ആ ഉപവസിക്കുന്നത് ദൈവത്തിൽ നിന്ന് എന്തൊക്കെയൊക്കെ പിടിച്ചു വാങ്ങിക്കാനായിട്ട്, ബലമായിട്ട് പിടിച്ചു വാങ്ങിക്കാനായിട്ടുള്ള എന്തോ ഒരു ഉപാധിയായിട്ട് ആ ഉപവാസത്തെ പലരും ഇന്ന് കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു യാഥാർത്ഥ്യം പറയാം. അങ്ങനെ ദൈവത്തെ നിർബന്ധിച്ച് നമുക്കൊന്നും ചെയ്യിക്കാനായിട്ട് പറ്റില്ല. കാരണം ദൈവം ഒരിക്കലും നമ്മുടെ ദാസനല്ല. ദൈവം, അവൻ സർവ അധികാരിയാണ്. ഹീ സോവറിൻ ഗോഡ്. അവൻ സർവ അധികാരിയായിട്ടുള്ള ദൈവമാണ്. അവൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിൽ അവൻ്റെ ഇഷ്ടപ്രകാരം മാത്രമേ, അവൻ്റെ ഹിതപ്രകാരം മാത്രമേ അവൻ എന്ത് ചെയ്യുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ദൈവവചനത്തിൽ നിന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് ആ വിഷയത്തോടുള്ള ബന്ധത്തിലൊന്ന് വായിക്കാം. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവചനത്തിലേക്ക് നമുക്കൊന്ന് വരാം. യെശയ്യാ പ്രവചനം അതിൻ്റെ 46-ാം അധ്യായം. യെശയ്യാ പ്രവചനം 46-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. യെശയ്യാ പ്രവചനം 46-ാം അധ്യായം. ഒരു മിനിറ്റ് ഞാനൊന്ന് എടുക്കട്ടെ. യെശയ്യാ പ്രവചനം 46-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 10-ാം വാക്യം. യെശയ്യാ പ്രവചനം 46-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 9ഉം 10 നമുക്ക് ചേർത്ത് വായിക്കാം. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കുവാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും, എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ദൈവം ഇവിടെ തന്നെ പരിചയപ്പെടുത്തുകയാണ്, ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ല. സോ ഹീ ഈസ് എലോൺ. അവൻ മാത്രമാണ് ദൈവം. അവനല്ലാതെ വേറൊരു ദൈവമില്ല. ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒരുത്തനുമില്ല. അപ്പം അവനെപ്പോലെ, അവനോട് തുലനപ്പെടുത്തുവാൻ, അവനോട് സാദൃശ്യപ്പെടുത്തുവാൻ, ഈ നമ്മുടെ ദൈവത്തോട് സാദൃശ്യപ്പെടുത്തുവാൻ മറ്റാരുമില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവം ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ബൈബിൾ മൊത്തത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ത്രിയേക ദൈവത്തെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ ത്രിയേക ദൈവമാണ് പറയുന്നത് എന്നെപ്പോലെ. അപ്പോൾ ആ ത്രിയേകത്വത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് എന്നെപ്പോലെ. ആ ത്രിയേക ദൈവത്തെപ്പോലെ മറ്റൊരുത്തനുമില്ല. ആ ത്രിയേക ദൈവത്തോട് തുലനപ്പെടുത്താകുന്ന മറ്റാരുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് 10-ാം വാക്യത്തിൽ പറയുകയാണ്, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. ഇപ്പോൾ ദൈവം പ്രസ്താവിക്കുകയാണ്, ദൈവം പറയുകയാണ്. എന്താണ് പറയുന്നത്? ആരംഭത്തിങ്കൽ തന്നെ അവൻ അവസാനം പ്രസ്താവിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ എൻ്റെ അർത്ഥം? ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും, എങ്ങനെയായിരിക്കണം, എങ്ങനെയായിത്തീരുമെന്നുള്ളത് ദൈവം അത് ഡിക്ലെയർ ചെയ്യുക, ദൈവം അത് പ്രഖ്യാപിക്കുക ചെയ്യുന്നത്. നമുക്കതിനുള്ള കഴിവില്ല. നമുക്ക് സ്വപ്നങ്ങൾ കാണാം, ഇങ്ങനെ ആയിത്തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം ആരംഭത്തിൽ തന്നെ അവസാനം എന്താണെന്ന് പ്രഖ്യാപിക്കുന്ന ദൈവമാണ്. മാത്രമല്ല പൂർവ്വകാലത്ത് എന്ന് വെച്ചാൽ പണ്ട് കാലത്ത്, പഴയ കാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ എൻ്റെ അർത്ഥം? ദൈവം അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനം എടുക്കുന്ന ദൈവമല്ല. നമ്മളിപ്പോൾ ഒരു 40 ദിവസം ഉപവാസം ഇരുന്ന് കഴിയുമ്പം എന്നാൽ പിന്നെ അവർ 40 ദിവസം ഉപവാസം നമുക്ക് പേടിച്ചിട്ട് ദൈവം തൻ്റെ തീരുമാനത്തിൽ, അങ്ങനത്തെ ദൈവമല്ല. അവസരത്തിനൊത്ത് തീരുമാനം എടുക്കാൻ ദൈവമല്ല. ദൈവം പണ്ട് തന്നെ വിളംബരം ചെയ്തു കഴിഞ്ഞു. ഭാവിയിൽ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് നേരത്തെ പറയുന്ന ദൈവമാണവൻ. അവനൊരിക്കലും സാഹചര്യങ്ങൾ നോക്കി തീരുമാനം എടുക്കാൻ ദൈവമല്ല.
ഞാനൊക്കെ ചിലപ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാർ സംസാരിക്കാനായിട്ട് വരുമ്പം ഇങ്ങനെ നാളെ എന്ത് നടക്കുന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ ചില ആൾക്കാരൊക്കെ സംസാരിക്കാനൊക്കെ വരുമ്പോൾ ഞാൻ പറയും, അതപ്പോഴല്ലേ, അപ്പം നമുക്ക് നോക്കാം, ഇപ്പോഴേ നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ചിന്തിക്കുന്ന പോലെ അന്ന് നടക്കണം എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് അതപ്പം നമുക്ക് ആലോചിക്കാം. ആ നേരത്തെ എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ലോ, അപ്പം നമുക്ക് ആലോചിക്കാം. നമ്മളെപ്പോഴും അങ്ങനെയാണ്, അതാത് സാഹചര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുക. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പ്രത്യേകത പറയുന്നത് അവൻ പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് അവൻ എന്ത് ചെയ്യുന്നു, പ്രസ്താവിക്കുന്നു. എന്നിട്ട് പറയുക, എൻ്റെ ആലോചന നിവൃത്തിയാകും, എൻ്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും, ഒന്നുപോലും ഞാൻ മാറ്റിവെക്കത്തില്ല. മനുഷ്യരെ പേടിച്ചോ, ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ, എന്തെങ്കിലും തൻ്റെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തുന്ന അധികാരമില്ലാത്ത ഒരു ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. സർവാധികാരിയായിട്ടുള്ളൊരു ദൈവമാണ് അവൻ. തൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുന്ന ദൈവമാണ് അവൻ. സകലവും തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പ്രകാരം പ്രവർത്തിക്കുന്ന ദൈവമാണ്. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യം അനുസരിച്ച്. ഇനി അതേ പ്രവചനത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ 40-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. 40-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ 13-ഉം 14-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാൽ അവനെ ഉപദേശിച്ച് ന്യായത്തിൻ്റെ പാതയെ പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിൻ്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന കഴിച്ചത്. അപ്പോൾ 13-ാം വാക്യത്തിൽ ചോദിക്കുക, യഹോവയുടെ മനസ്സറിഞ്ഞവനാരാ? നമുക്കറിയില്ല. നമുക്ക് ദൈവത്തിൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് നമുക്കറിയില്ല. ദൈവത്തിൻ്റെ മനസ്സിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ദൈവവചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നിടത്തോളം കാര്യങ്ങൾ നമുക്കറിയാമെന്നല്ലാതെ പൂർണ്ണമായിട്ട് നമുക്കറിയത്തില്ല. യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തതാര്? മന്ത്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അന്ന് രാജഭരണം നിലനിൽക്കുന്ന സമയമാണ്. രാജാക്കന്മാർക്ക് മന്ത്രിയുണ്ട്. എന്താ മന്ത്രിയുടെ ഉത്തരവാദിത്വം? ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് രാജാവിന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മന്ത്രിയുടെ ഉത്തരവാദിത്വം. അപ്പം ദൈവം ചോദിക്കുക, എനിക്ക് മന്ത്രിയായിരുന്നവൻ ആരാ? എനിക്ക് മന്ത്രിയായിരുന്ന് എന്നെ ഗ്രഹിപ്പിച്ചവൻ ആരാ? ആരാ ദൈവത്തിന് മന്ത്രിയായിരുന്നേ? ആരുമില്ല. ഇനി 14-ാം വാക്യം പറയുക, അവനെ ഉപദേശിച്ച് ന്യായത്തിൻ്റെ പാതയെ പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിൻ്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന കഴിച്ചത്? ദൈവം ആരോടെങ്കിലും ആലോചന കഴിച്ചിട്ടുണ്ടോ? ദൈവം ആരുടെയെങ്കിലും ഉപദേശം ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ പലപ്പോഴുള്ള പ്രാർത്ഥനകൾ കേട്ട് കഴിഞ്ഞാൽ എന്താ തോന്നുകയെന്ന് വെച്ചാൽ, ദൈവത്തെ നമ്മൾ ഉപദേശിച്ച് പഠിപ്പിക്കുന്ന പോലെയാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ദൈവം അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ ഉപദേശിക്കുന്ന സ്റ്റൈലിലാണ് നമ്മൾ എന്ത് ചെയ്യാറ് പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ ദൈവം ചോദിക്കുക, എന്നെ ഉപദേശിക്കാൻ ആരാണ്? ആരുമില്ല. എന്നെ ഉപദേശിക്കാനായിട്ട് ആരുമില്ലെന്നാണ് ദൈവം പറയുന്നത്. ഓക്കെ, അപ്പം എന്നെ ഉപദേശിക്കാനായിട്ട് ആരുമില്ല. അവിടെ പറയുക, അവനെ ഉപദേശിച്ച് ന്യായത്തിൻ്റെ പാത പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിൻ്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന കഴിച്ചത്? ദൈവം ആരോടും ആലോചന കഴിച്ചിട്ടില്ല. അവൻ സകലവും തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പ്രകാരം പ്രവർത്തിക്കുന്നവനാണ്. വേറെ ആരോടും ആലോചന ചോദിച്ചു പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. അവൻ സർവജ്ഞാനിയായതിനാൽ അവൻ സകലവും
തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പ്രകാരം പ്രവർത്തിക്കുന്നവനാ ദൈവം. യിരെമ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായത്തിൻ്റെ യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ദൈവത്തെക്കുറിച്ച് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വയ്ക്കുന്നു. അപ്പോൾ അവിടെ പറയുക, നീ ആരാണ്? നീ ആലോചനയിൽ വലിയവനാണ്. അവനെപ്പോലെ ആലോചിക്കുന്ന, അവനെപ്പോലെ തൻ്റെ മനസ്സിനകത്ത് ചിന്തിച്ച് തൻ്റെ ഹിതം രൂപപ്പെടുത്തുന്ന മറ്റാരുമില്ല. അവൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. അപ്പോൾ ദൈവത്തെ ഉപദേശിക്കുവാനോ ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് പ്രവർത്തിക്കാതിരിക്കത്തക്കവണ്ണം ദൈവത്തെ തടയുവാനോ ആർക്കും കഴിയത്തില്ലെന്ന് പറയുന്നത്. കാരണം അവൻ ആലോചനയിൽ വലിയവനാണ്, പ്രവൃത്തിയിൽ ശക്തിമാനാണ്. അവൻ്റെ പ്രവൃത്തിയെ തടയുവാൻ ആർക്കും കഴിയുകയില്ല. അവൻ്റെ ആലോചനയെ മാറ്റിമറിക്കുവാനോ അവൻ്റെ പ്രവൃത്തിയെ തടയുവാനോ ആർക്കും കഴിയുകയില്ല. ആർക്കും എന്ന് വെച്ചാൽ ആർക്കും കഴിയുകയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, ഇവനാണ് നമ്മുടെ ദൈവം. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുക. യെശയ്യാ പ്രവചനം അതിൻ്റെ 28-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? എന്താണ്? അതും സൈന്യങ്ങളുടെ യഹോവയിൽ നിന്ന് വരുന്നു, അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയുമുള്ളവനാകുന്നു. ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് അവിടെ പറയുക, അവൻ ആലോചനയിൽ അതിശയമുള്ളവനാണ്. അവൻ്റെ ആലോചന എല്ലാവരെയും അതിശയിപ്പിക്കുന്നതാണ്. എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ആലോചന അവൻ്റെ. നമുക്കൊരിക്കലും അവൻ്റെ ആലോചന അതിനകത്തൊരു വിഡ്ഢിത്തം അല്ലെങ്കിൽ അതിനകത്തൊരു തെറ്റ്, അതിനകത്തൊരു ഫൂളിഷ്നെസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തില്ല. അത് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ആലോചനയാണ് അവൻ്റെത്. മാത്രമല്ല, അവൻ ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയുള്ളവനാണ്. എന്നുവെച്ചാൽ ജ്ഞാനത്തിൽ അവൻ സകലരെക്കാളും ഉയർന്നിരിക്കുന്നവനാണവൻ. അവൻ്റെ ജ്ഞാനത്തോട് കിടപിടിക്കുവാൻ ഒരു ജ്ഞാനവുമില്ല. അവൻ്റെ അറിവിനോട് കിടപിടിക്കുവാൻ മറ്റാരുമില്ല, അറിവുള്ള മറ്റാരുമില്ല. ദൈവത്തെക്കുറിച്ച് ഓർത്ത് നോക്കിക്കേ. അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയുമുള്ളവനാകുന്നു. പ്രിയമുള്ളവരെ, ഇതാ നമ്മുടെ ദൈവം. അവൻ ആലോചനയിൽ അതിശയവും പ്രവൃത്തിയിൽ ഉത്കൃഷ്ടതയുമുള്ളവനായ ദൈവം. നോക്കിക്കേ, എത്ര അത്ഭുതവാനായ ദൈവം അവൻ. ഈ ഫെസിലിറ്റി നമ്മൾ വായിച്ച് മറക്കരുത്. അവൻ തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പ്രകാരം സകലവും പ്രവർത്തിക്കുന്നവനാണവൻ. തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പ്രകാരം. ഹീസ് എ സോവറിൻ ഗോഡ്. അവൻ പരമാധികാരിയായ ദൈവമാണവൻ. അവൻ പരമാധികാരിയാണ്. അവൻ്റെ മേൽ അധികാരമുള്ള മറ്റൊന്നുമില്ല, മറ്റാരുമില്ല. അവൻ സകലത്തിന്മേലും അധികാരമുള്ളവനാണവൻ. ഭൂമി അവൻ്റെ ഭരണത്തിന് കീഴിലാണ്. സകല മനുഷ്യരും അവൻ്റെ ഭരണത്തിന് കീഴിലാണ്. സ്വർഗം അവൻ്റെ ഭരണത്തിന് കീഴിലാണ്. ഈ സർവപ്രപഞ്ചവും ഭരിക്കുന്ന മഹാരാജാവാണവൻ. അവനാണ് തീരുമാനിക്കുന്നത് എന്ത് സംഭവിക്കണം, എന്ത് സംഭവിക്കണ്ട എന്ന്
അവൻ മാത്രമാണ് തീരുമാനിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് അവൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മുടെ ഹിതം നിറവേറ്റപ്പെടാനായിട്ടുള്ളൊരു പോരാട്ടമല്ല പ്രാർത്ഥന, പിന്നെയോ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മെ സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന. ഉപവാസം, എല്ലാ പാസ്റ്റർമാരും ഉപവാസത്തിന് വന്നിട്ട് പറയും ഇതൊരു പോരാട്ടമാണ്, ഇവിടെ യുദ്ധം നടക്കുകയാണെന്നൊക്കെയാണ് പറയുക. അല്ല, ഉപവാസവും പ്രാർത്ഥനയും ദൈവത്തോട് യുദ്ധം ചെയ്ത് ദൈവത്തെ കീഴടക്കി ദൈവത്തെ കൊണ്ടെന്തെങ്കിലും ചെയ്യിക്കുന്ന പരിപാടി അതല്ല ദൈവവചനപ്രകാരമുള്ള ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നത്. പിന്നെയോ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി തന്നെത്താൻ സമർപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ അധികാരത്തിന് മുൻപിൽ തന്നെത്താൻ കീഴടങ്ങുന്നതാണ്. സറണ്ടറിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങുന്നതാണ് പ്രാർത്ഥന. ദൈവത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങുന്നതാണ് ഉപവാസം. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് പ്രാർത്ഥനയും ഉപവാസവും എന്ന് പറയുന്നത്. മറക്കരുത്. നോക്കിക്കേ പ്രിയമുള്ളവരെ, കർത്താവ് പോലും അങ്ങനെയല്ലേ നമുക്ക് മാതൃക കാണിച്ചു തന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചപ്പം എന്ത് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്? Thy will be done in earth as it is done in heaven. സ്വർഗത്തിൽ നിന്റെ ഹിതം നിറവേറ്റപ്പെടുന്നത് പോലെ ഭൂമിയിലും നിന്റെ ഹിതം നിറവേറ്റപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കാനല്ലേ കർത്താവ് പഠിപ്പിച്ചത്? അതോ നമ്മുടെ ഹിതം നിറവേറ്റപ്പെടാനാണോ? നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാനായിട്ടാണോ? ദൈവത്തെ വരച്ചവരയിൽ നിർത്തി നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്ന ഒരു ഉപാധിയായിട്ടാണോ കർത്താവ് പ്രാർത്ഥനയെ കാണിച്ചു തന്നത്? അതോ ദൈവത്തിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും നടക്കട്ടെ എന്ന് ദൈവം മുമ്പാകെ സമർപ്പിക്കുന്ന ഒരു സമർപ്പണമായിട്ട്, കീഴടങ്ങലായിട്ടാണോ കർത്താവ് പ്രാർത്ഥനയെ നമുക്ക് കാണിച്ചു തന്നത്? ഇനി കർത്താവ് തൻ്റെ ഗെത്സമന തോട്ടത്തിൽ വെച്ച് താൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും താൻ പ്രാർത്ഥിച്ചത് അങ്ങനെ തന്നെയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. അതാണ് പ്രാർത്ഥന. ദൈവം തൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനായിട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് പ്രാർത്ഥന. പ്രിയമുള്ളവരെ, നാം ഒരുപക്ഷെ രോഗികളായിരിക്കാം, രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ യഥാർത്ഥ പ്രാർത്ഥന എന്താണെന്നറിയാമോ? ദൈവമേ, അവിടുത്തേക്ക് എന്നെ സൗഖ്യമാക്കാൻ മനസ്സുണ്ടെങ്കിൽ, അതവിടുത്തെ ഹിതമാണെങ്കിൽ അവിടെ നിന്ന് സൗഖ്യമാക്കണമേ, അല്ലെങ്കിൽ ഈ രോഗവുമായിട്ട് ജീവിപ്പാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അവിടെയൊക്കെ നാം പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: കർത്താവേ, നിൻ്റെ ഇഷ്ടമാണെങ്കിൽ നീ ഇത് മാറ്റുക, അല്ല ഇതിവിടെ നിൽക്കാനാണ് നിൻ്റെ ഇഷ്ടമെങ്കിൽ അങ്ങനെ മുൻപോട്ട് പോകാനായിട്ട് നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയുമോ? അതാണ് സാക്ഷാൽ പ്രാർത്ഥന. എന്ന് വെച്ചാൽ അവിടെയാണ് നാം ദൈവത്തിൻ്റെ സോവറിനിറ്റി, ദൈവത്തിൻ്റെ സർവാധികാരം നാം അംഗീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ അധികാരം അംഗീകരിക്കുന്നവരായിരിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്, കർത്താവിന് കടലിൻ്റെ മേലധികാരമുണ്ട്, കാറ്റിൻ്റെ മേലധികാരമുണ്ട്, പ്രകൃതിയുടെ മേലധികാരമുണ്ട്, പിശാചുക്കളുടെ മേലധികാരമുണ്ട്, മരണത്തിൻ്റെ മേലധികാരമുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്,
കർത്താവിന് നമ്മുടെ മേൽ അധികാരമുണ്ടോ? ആ അധികാരം നാം വകവെച്ച് കൊടുത്തിട്ടുണ്ടോ? കാറ്റും കടലും പ്രകൃതിയുമെല്ലാം കർത്താവിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുമ്പോഴും പലപ്പോഴും നാം കർത്താവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാറില്ലേ? നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും കർത്താവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതായിട്ട് മാറാറില്ലേ? ഇന്ന് രാത്രി ദൈവം സർവാധികാരിയാണെങ്കിൽ എനിക്ക് ദൈവത്തോട് പറയാനുള്ളത്, എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറ്റണമേ എന്ന് മാത്രമേ എനിക്ക് ദൈവത്തോട് പറയാനായിട്ട് കഴിയുകയുള്ളൂ. എഫേസ് ലേഖനം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിത്രം അതാണ്. അവൻ തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പ്രകാരം സകലവും പ്രവർത്തിക്കുന്നവനാണ്. തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പ്രകാരം സകലവും പ്രവർത്തിക്കുന്നവൻ. ഞാൻ ആ വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കട്ടെ. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ, അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം, അവൻ്റെ തീരുമാനപ്രകാരം അവൻ നമ്മെ മുൻ നിയമിച്ചു. എന്തിന്? നാം അവകാശം പ്രാപിക്കേണ്ടതിന്. എന്തിനാണ് അവൻ നമ്മെ മുൻ നിയമിച്ചത്? അതിൻ്റെ പുറകിൽ അവനൊരു ഉദ്ദേശമുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. നോക്കിക്കേ, ഇറ്റ് ഈസ് ഫോർ ദ പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറി, അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി. എന്ന് വെച്ചാൽ അവകാശം പ്രാപിച്ച ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ഈ അവകാശം അവൻ നമുക്ക് തന്നത് അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടാണ്. അവകാശം പ്രാപിച്ചവർ അവർ ദൈവത്തിന് പുകഴ്ചയും മഹത്വവും കൊടുക്കണം. അവർ ഒരിക്കലും സ്വയമായിട്ട് മഹത്വവും പുകഴ്ചയും ഒന്നും എടുക്കരുത്. പലപ്പോഴും നമ്മൾ രക്ഷിക്കപ്പെട്ടത്, നമ്മൾ സ്വർഗത്തിൽ പോകാനിരിക്കുക എന്നൊക്കെയുള്ള ഒരഹങ്കാരവും അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ പലപ്പോഴും നമ്മുടെ മനസ്സിനകത്തേക്ക് വരും. അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മളേതാണ്ട് വലിയ പുള്ളികളാണ്, മറ്റുള്ളവരൊക്കെ എന്തോ താണ ആൾക്കാരാണ് എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ നമുക്ക് വരും. എന്നാൽ മറക്കരുത്, അങ്ങനൊന്നുമല്ല. ദൈവം നമുക്കിതെല്ലാം തന്നത് അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിനാണ്. അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് ആകേണ്ടതിന്. ആര്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ. പ്രിയമുള്ളവരെ, ഈ അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നാം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിത്തീരണം. നോക്കിക്കേ, ഇറ്റ് ഈസ് ഫോർ ഹിസ് ഗ്ലോറി, അവൻ്റെ പുകഴ്ചയ്ക്കായിട്ട്. നോട്ട് ഫോർ മൈ ഗ്ലോറി ബട്ട് ഫോർ ഹിസ് ഗ്ലോറി. എൻ്റെ പുകഴ്ചയ്ക്കായിട്ടല്ല, അവൻ്റെ പുകഴ്ചയ്ക്കായിട്ട്, അവൻ്റെ പുകഴ്ചയ്ക്കായിട്ട്, അവൻ്റെ പുകഴ്ചയ്ക്കായിട്ട്. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ആ ദൈവത്തിൻ്റെ അധികാരത്തിന് മുമ്പിൽ, സർവാധികാരിയായ ആ ദൈവത്തിൻ്റെ അധികാരത്തിന് മുമ്പിൽ നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ദൈവമേ, അവിടുന്ന് അവിടുത്തെ ഹിതത്തിൻ്റെ നിർണയപ്രകാരം, അവിടുത്തെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവനാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആ കർത്താവിനെ പോലെ നമുക്കൊന്ന് പറയാനായിട്ട് പറ്റുമോ? ദൈവമേ, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെടട്ടെ. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്, എനിക്ക് കുറേ ആലോചനകളുണ്ട്, എനിക്ക് കുറേ നിർണയങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ട്. ബട്ട് അതൊന്നുമല്ല കർത്താവേ. ഞാൻ അറിയുന്നു നീയാണ് സർവാധികാരി. യു ആർ ദ സോവറിൻ ഗാഡ്. കർത്താവേ, നിൻ്റെ ഹിതപ്രകാരം നീ എന്നെ നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.